ഡാർജിലിംഗ് പോലീസ് യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലീസ് വെക്കൂലെന്നാ പറഞ്ഞിട്ട്. ഏതാല്ല സെറ്റപ്പ്. യൂട്യൂബേഴ്സിന് ഇത്രയും പരിഗണന ഉള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മള് നല്ലൊരു സ്ഥലം കണ്ടെത്തി അല്ലേ? സ്ഥലം കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് ഈ റോഡിൽ ഇങ്ങനത്തെ സ്ഥലം അല്ലാതെ ഇതിനേക്കാൾ അടിപൊളി സ്ഥലം ഒന്നും കിട്ടൂല. അതെ. അപ്പം ഇനി ഇവിടുന്ന് നേരെ ഭക്ഷണം ഉണ്ടാക്കുക, ബീഫ് കഴിക്കുക. ഓഹ് എൻ്റെ മോനെ വായിൽ വെള്ളം വരുന്നു ബീഫ് എന്ന് പറയുമ്പോഴത്തേന്. നോക്കി നിങ്ങൾ, നമ്മളെ പൊടികളൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചു. അതേപോലെ ബീഫ്. ഓ എൻ്റെ മോനെ. അതേപോലെ ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊക്കെ അങ്ങോട്ട് പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഉണ്ടാക്കുക. ഇന്നത്തെ ഷെഫ് ഷർഫിലാട്ടോ. അവൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ആ ഭാഗത്തേക്ക് വരണ്ടെന്നുള്ളതാണ്. അതല്ല പറഞ്ഞേ? അതെ അതെ അതെ. അങ്ങനെ ബീഫ് ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്ത്, അതുപോലെ തന്നെ ഞങ്ങൾ ചെറുതാക്കിയിട്ടൊന്ന് കട്ടും ചെയ്തു അല്ലേ? സെറ്റാണ്. ഇനി എൻ്റെ അല്പം വേണ്ടല്ലോ, എഡിറ്റിങ്ങിന് ഇരിക്കട്ടെ. എൻ്റെ മോനെ എന്ത് മരടാത്, രക്ഷയില്ലാത്ത മരം കേട്ടോ. കോടങ്ങനെ അടിച്ച് കയറുക കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനെ പുക ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞു. ബീഫ് അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. യെസ്, എല്ലാം ഒരു പ്രതീക്ഷയാണ് നന്നാവും എന്നുള്ള. നല്ല ഉലുവയും കടകൊക്കെ പൊടിച്ച് കുരുമുളകൊക്കെ പൊടിച്ചാണ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശം. എന്താണെന്നുള്ളത് കണ്ടറിയാം. അങ്ങനെ നോക്കി മസാല കട്ടിട്ട് ഫുള്ള് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലിട്ട് ഒരു വിസിലടിച്ചിട്ട് പിന്നെ എത്ര 20 മിനിറ്റ് ലോ ഫ്ലെയിമിലല്ലേ? ലോ ഫ്ലെയിമിൽ വേവിക്കണം. നോക്കാം. വെള്ളം ഒഴിക്കണ്ടോ? ഒഴിക്കണ്ട. ബീഫ് നിങ്ങൾക്ക് അറിയാമല്ലോ, കുക്കറിലിട്ട് അത് വെന്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം വരും. മഴയാണോ പെയ്യുന്നത്? ഒരു ഐഡിയയും കിട്ടുന്നുണ്ട് കേട്ടോ. മഴ ആണോ കോടാണോ? ഞങ്ങളേ കടകും ഒലിവിയും വറുത്തിട്ട് പൊടിക്കുക കേട്ടോ. ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പൊടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? ബീഫ് ഉണ്ടാക്കിയ സ്മെല്ല് ഇപ്പം തന്നെ വരുന്നുണ്ട്. സെറ്റല്ലേ? പോരെ? അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായി വരുന്നത്. ഇവിടെ ഞങ്ങൾ കടക് ഒലിവ് വെളിച്ചെണ്ണ ഇട്ടാണ്ടൊന്ന് ചൂടാക്കി സെറ്റാക്കാണ്. എന്നിട്ട് ആ സെൻറ്ററിൽ വെച്ചാടാ. എന്നാൽ നമുക്ക് പെട്ടെന്നാവും. സെൻറ്ററിൽ അങ്ങനെയല്ലടാ, പാത്രം സെൻറ്ററിൽ വെച്ചാടാ. അധികം ഒഴിച്ചാൽ മതിയല്ലേ? വൻ വൈബ് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഓ ഇത് നോക്കിയേ നിങ്ങൾ, ഇത് നോക്കിയേ. എന്താ അറിയോ, പെർഫെക്റ്റ് സാധനം കേട്ടോ. ഉപ്പറ്റല്ലേ? ഒരേ പൊളിച്ച്. നമ്മൾ ചോറാകുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിട്ടോ. എല്ലാ കാര്യങ്ങളും ഉള്ളോട്ട് വെച്ച് നോക്കി. നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത കോട. എൻ്റെ അമ്മേ, ബീഫ് കഴിക്കാൻ പറ്റും മൂടന്നല്ലേ? ചോറിങ്ങനെ ആയില്ല എന്ന അവസ്ഥയിലാണുള്ളത്. അച്ചാറും പിന്നെ ഉള്ളിയായിട്ടുള്ളത്. ഉള്ളി ബീഫിനാണ്ടി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഏറിപ്പോയി. അങ്ങനെ വെയിറ്റിംഗ് ആണ്. ഒന്നും പറയാലോ കേട്ടോ. 6 മാസം ഞാൻ ബീഫ് അയച്ചിട്ട് നാട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ അയച്ചു. അതിൻ്റെ ശേഷം എനിക്ക് എവിടെയും ബീഫ് കിട്ടിയില്ല. ഇനി ഞങ്ങൾ ബീഫ് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇവിടെ കിലോന് 200 റുപ്യ ഉള്ളൂ അല്ലേ? കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇവിടെ ബീഫാട്ടോ. 200 റുപ്യ ഉള്ളൂ. ചെറിയ ചിലവുള്ളൂ ഉണ്ടാക്കാൻ. ഒരു 500 ബീഫായി നമുക്ക് 2 അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അങ്ങനെതാ ചോറ് വിളമ്പി. ഈ അരി വൻ സീനാട്ടോ. ഞാൻ ലഡാക്കിൽ നിന്ന് വാങ്ങിയ അരിയാണ്. അത് ഇന്നത്തോടെ ഒരു നേരത്തോടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർന്നത്. ഇതാ ബീഫ് അങ്ങോട്ട് സെറ്റാക്കി ഞങ്ങൾ കഴിക്കാൻ നിൽക്കുകയാണ്. ഉഫ്, ഈ സ്മെല്ലും ഒക്കെ ഉണ്ടല്ലോ, ഒന്നും പറയാല്ല കേട്ടോ. ഗൈസ്, ഞാൻ ആൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടോ. ഇത് ഒരു രക്ഷയില്ല. ചമ്മേ,
ഒരു പീസ് കൊടുക്കാം, കുറച്ച് അച്ചാറും, കുറച്ച് മാച്ചാർ, കുറച്ച് ഉള്ളി. ഹെവൻ. ഒരു രക്ഷയില്ല കേട്ടോ, ചുമ്മാ തള്ളല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിതുവരെ ഈ ട്രിപ്പ് ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് അത് പറയാനല്ല, നമ്മള് ഹെവി ഗ്രില്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സക്ലേഷ് ഫുഡ്ന്നുണ്ട്. പിന്നെ അതേപോലെ ഫിഷ് കറി. പക്ഷെ ഇത് ബീഫ് വേറെ തന്നെയാണല്ലോ, അതിന്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അതെ. എന്തായാലും ഇനി ക്ഷമല്ല കേട്ടോ, നല്ല രീതിയിലിരുന്ന് കഴിക്കട്ടെ, ഒടുക്കത്തെ ടേസ്റ്റ്. അങ്ങനെ ഇന്ന് 12:45 ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് വണ്ടിൻ്റെ അകത്തേക്ക് കയറിട്ടോ. അപ്പം ഇനി നേരെ നമ്മൾ സിക്കിമിലേക്ക്, അതായത് ഗാങ്ടോക്കിലേക്ക്. ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ടൈം എടുക്കും. 94 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ടൈം എടുക്കും. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലൂടെയാണ്. ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ്. 23 ഡിസ്ട്രിക്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വരുന്നത് ഈ സംസ്ഥാനത്ത്. ഈ 23 ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ലാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ 13ാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ സംസ്ഥാനമാണ് കേട്ടോ. പിന്നെ ഇവിടെ GDP വെച്ച് നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനത്തോ 8ാം സ്ഥാനത്തോ ഒന്നും ഇവർ വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാലോ, മമതാ ബാനർജിയാണ് ഇവിടെ ഭരിക്കുന്നത്, അതായത് TMC പാർട്ടി. പിന്നെ തൃണമൂൽ കോൺഗ്രസ്. കൊൽക്കത്ത ആണ് ഇവരുടെ ക്യാപിറ്റല്. കൊൽക്കത്ത എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ അത്യാവശ്യം 6ാമത്തെ പോപ്പുലേറ്റ് ആയിട്ടുള്ള സിറ്റിയാണ്. 3ാമത്തെ ആണെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് നമുക്ക് പറയാം. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ബേ ഓഫ് ബംഗാൾ ഇവർക്ക് കടലായിട്ട് ഇവർക്ക് ബേ ഓഫ് ബംഗാൾ വരുന്നുണ്ട്. ഹിൽ സ്റ്റേഷൻസ് ആയിട്ട് ഈ ഡാർജിലിംഗ് ഇങ്ങനത്തെ ഭാഗങ്ങളാണ് ഇവർക്ക് വരുന്നത്. സംസാരിക്കുന്ന ഭാഷ ബംഗാളി. 3 രാജ്യമായിട്ട് ഇവര് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ബംഗ്ലാദേശായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, ഭൂട്ടാനായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, നേപ്പാളായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അല്ലാതെ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ സിക്കിമായിട്ട്, ജാർഖണ്ഡായിട്ട്, ഒഡീഷയായിട്ട്, ബീഹാറായിട്ട്, പിന്നെ ആസാമായിട്ടും ഇവർ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. റോഡൊന്നും വരെ കാണുന്നില്ല കേട്ടോ. നോക്കി നിങ്ങൾ, ഫുള്ള് കോടം മൂടി കിടക്കാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പുണ്ട്, ഒരു രക്ഷയില്ലാത്ത തണുപ്പുണ്ട്. അടിച്ചു കയറിയ തണുപ്പുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു വ്യൂവും കിട്ടുന്നില്ല. നമ്മളെ ലമഹാട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അത് നല്ല അടിപൊളി സ്ഥലം. അപ്പുറം ഭാഗത്തേക്കൊക്കെ ഹെവി വ്യൂ ആണ്, പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, കോടം മൂടി കിടക്കുന്നതുകൊണ്ട്. ഹെവി ആയിട്ടുള്ള പൈൻ മരങ്ങളാണ് ഈ സൈഡിൽ മൊത്തം ഉള്ളത്. ഈ ഒരു വില്ലേജിലാണ് പറയാം. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ഉള്ളിലൊക്കെ കോടം മൂടി കിടക്കുന്നുണ്ടോ. കുത്തനെ ഇറക്കാട്ടെ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഇറക്ക. ഞാൻ ഗിയറിലിട്ട സത്യം പറഞ്ഞാൽ ഇറക്കുന്നത്. ആ സൗണ്ട് മൈനയാണ് കേട്ടോ, വൈപ്പറിന്റെ മോട്ടറാണ്. നോക്കി നിങ്ങൾ, കുത്തനെങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കയറുമ്പോഴൊക്കെ വൻ സീനായിരിക്കും കയറ്റം. നോക്കി നിങ്ങൾ, ഇതാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന വ്യൂ. താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എമ്മാതിരി വ്യൂ അറിയാം. ഞാനിതിൻ്റെ മുമ്പ് ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ട് ഗാങ്ടോക്കിലേക്ക്. അവിടെയൊക്കെ എത്ര വീടുകളറിയാം. നോക്കി നിങ്ങൾ, ആ മലയുടെ മുകളിലൊക്കെ. ഒന്നും പറയാത്ത വ്യൂ കേട്ടോ. ഇപ്പം ഇവിടേക്ക് വന്നപ്പോൾ മഴ ഒന്നും ഇല്ല, കോടവും ഇല്ല, കുറവാണ്. സുഖമായിട്ട് ഇങ്ങനെ പോവാം. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. എന്താ പറയാ, വൻ വൈബ് സ്ഥലം. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കം മാത്രമേ പ്രശ്നമുണ്ടോ. വൻ ഇറക്കാണ്. ഗിയറിൽ സെക്കൻഡിലിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ ലോഡ് വണ്ടി ഇറക്കുന്ന പോലെ. കാരണം കുറച്ച് മേലൊക്കെ സ്ലിപ്പറി ആയിരുന്നു. എന്നിട്ട് തന്നെ വണ്ടി ബ്രേക്ക് പിടിച്ച് കിട്ടാനിട്ട് എന്ന് പറയാൻ പറ്റില്ല. വണ്ടി സ്ലിപ്പായിട്ട് നേരെ പോയിട്ടൊരു കയറ്റം കയറി വരുന്ന ഒരു സുമന്റെ മുമ്പിലേക്കാണ് പോയത്. ഭാഗത്തിന് തട്ടിയില്ലെന്ന് വേണം പറയാൻ. ഇപ്പൊ കംപ്ലീറ്റ് മാറിട്ടോ. ഇപ്പൊ ഫുള്ള് തേക്കുള്ള ഒരു ഫോറസ്റ്റാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഭാഗം മാത്രം ഫുള്ള് വീടുകളൊന്നും ഇല്ലാതെ സ്ഥലം. ഇവിടെ കുറെ വണ്ടിക്കാർ നിർത്തിയിട്ടുണ്ടല്ലോ. എന്താ